രക്തം ഒഴുകാത്ത ഭക്ഷണം നാം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ സെക്കൻഡിൽ നാം എന്ത് ചെയ്യുന്നു? ഞാൻ ശുദ്ധമാണോ? ഞാൻ ശുദ്ധമായ സങ്കല്പത്തിലാണോ? മരിക്കുന്നുവെങ്കിൽ അത് എൻ്റെ പ്രാണനാണ്, ആ പ്രാണൻ എന്ന് അറിയുന്നിടത്തോളം കാലം ഈ വ്യക്തി ജനിക്കേണ്ടിയും വരും. ഒരാളിൻ്റെ മരണം വരെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അവൻ്റെ പ്രാണൻ പോലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മമാണ്. അമ്മ നമസ്കാരം. ആത്മനമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ അമ്മ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് സസ്യാഹാരമാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ മാംസാഹാരം കഴിച്ചും ആധ്യാത്മിക ജീവിതം നയിക്കുന്ന വ്യക്തികൾ പല ലോകരാജ്യങ്ങൾ പലയിടത്തും ഉണ്ട്. യഥാർത്ഥത്തിൽ ആധ്യാത്മിക ജീവിതം നയിക്കുന്ന വ്യക്തി കഴിക്കേണ്ട ഭക്ഷണത്തിന് പ്രത്യേകിച്ച് ക്രമങ്ങൾ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ആദ്യം നമ്മുടെ ഒന്നാമത്തെ ചിട്ട ഭക്ഷണമാണ്. ഭക്ഷണം ചിട്ടപ്പെടുത്തി വെജിറ്റേറിയൻ തന്നെയാണ് കഴിക്കേണ്ടത്. കാരണം രക്തം ഒഴുകാത്ത ഭക്ഷണം നാം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ട്. രക്തം ഒഴുകാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക. ഒന്നിനെയും കൊന്നത് തിന്നരുത്. ആ കൊന്ന സാധനം തിന്നു കഴിഞ്ഞാൽ ആ പ്രാണൻ നമ്മളെ ശരീരത്തിലെ സപ്തധാതുക്കളെയും അശുദ്ധിയാക്കി ഒരു ജീവനെ അപഹരിച്ച് തൻ്റെ ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ജീവനെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഭക്ഷണമാക്കി കഴിഞ്ഞാൽ ഒരുപാട് ജന്മങ്ങൾ എടുത്താൽ മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ. നമ്മളെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരേ ഒരു കാര്യമാണ് മറ്റൊരു ജീവനെ ഉപദ്രവിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക, ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക. ആ വേദന നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജന്മങ്ങളെടുത്ത് വീണ്ടും ഈ അനുഭവ സ്ഥിതി മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ ഒരുവൻ്റെ കർമ്മത്തെ എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഒരാളിൻ്റെ കർമ്മത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മം ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാളിൻ്റെ മരണം വരെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അവൻ്റെ പ്രാണൻ പോലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മമാണ്. ആ കർമ്മത്തെ അറിഞ്ഞുകൊണ്ട് നിശ്ചല സ്ഥിതിയിൽ ഇരുന്ന് രാജയോഗത്തിൽ സ്ഥിതപ്രജ്ഞനായിരിക്കുക. ആ അവസ്ഥ എത്തുമ്പോഴാണ് നിശ്ചലതത്തെ ജീവൻ മുക്തി. നിശ്ചലമായിരിക്കുന്ന അവസ്ഥ, ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നെന്നോ നിശ്ചലതയാണ് നമുക്ക് ആവശ്യം. നിശ്ചലമായിരിക്കുന്ന സ്വസ്ഥമായിരുന്ന് ധ്യാനിക്കുക. ധ്യാനിക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ വരുന്നോ ആ വിഷയങ്ങളെല്ലാം ബ്രഹ്മമായി കണ്ട് നമിച്ചു കൊള്ളുക. കാരണം അത് ഈ പ്രപഞ്ച നിയമമാണ്. പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ പ്രപഞ്ച നിയമങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ രൂപത്തിൽ തന്നെയാണ്, ചിന്താരൂപത്തിലാണ് നമ്മളെ ആകർഷിക്കുന്നത്. ആ ആകർഷിക്കുന്ന ചിന്താരൂപങ്ങളെ നാം ബ്രഹ്മസ്വരൂപമായി, അല്ലെങ്കിൽ ആത്മസ്വരൂപമായി, അല്ലെങ്കിൽ ആ ഈശ്വരൻ എൻ്റെ ദിവ്യമായ പ്രാണശക്തിയായി കാണുക, അല്ലെങ്കിൽ പരമാത്മാവ് തന്നെ ആത്മസ്വരൂപം അതായി കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് ശുദ്ധമാണ്. ആ കർമ്മം സൽഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ആ കർമ്മമാണ് ശുദ്ധസങ്കല്പം. ആ ശുദ്ധസങ്കല്പം നമ്മളെ എത്തിക്കേണ്ടിടത്ത് നമ്മളെ എത്തിക്കും. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ പല കുട്ടികളും ആരോഗ്യത്തോടെയും പല കുട്ടികളും അംഗവൈകല്യത്തോടെ ജനിക്കുന്നു. അപ്പം നമ്മൾ തന്നെ പറയും, ജനിക്കുന്ന ഈ കുട്ടി ചെയ്യാത്ത തെറ്റ്, ഭൂമിയിൽ ഇപ്പോൾ ജനിച്ചതേ ഉള്ളൂ, ആ കുട്ടിക്ക് ഇങ്ങനെ അംഗവൈകല്യമായിട്ട് ജനിച്ചു പോയല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മുൻജന്മ കർമ്മം കൊണ്ട് വരുന്നതാണോ? ഇങ്ങനെ ഉണ്ടാകുന്ന കർമ്മത്തിന് നമുക്ക് ഇനി അടുത്ത ജന്മം വരാതിരിക്കാണ്ട്, ഇനി ഒരു ജന്മം വരാതിരിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തെന്ന് നമ്മൾ പറയുന്നു, ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നില്ലേ? നമ്മൾ എത്രയോ പേരെ കാണുന്നു, കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാലൻസാണ് ഒരു അംഗവൈകല്യം സംഭവിച്ച് വരുന്ന കുഞ്ഞ്. ഇല്ല,
അത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ മനുഷ്യ ജന്മത്തിൽ ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് കുറച്ച് അനുഭവിക്കുക. അതിന് നമുക്ക് വിധിയെന്നും പറയാം, വിധിയെന്നും നമുക്ക് പറയാം. പക്ഷേ അത് നമ്മൾ ഈ ജന്മത്തിലെങ്കിലും മനുഷ്യജന്മം എടുത്തെങ്കിൽ ശുദ്ധകർമ്മം ചെയ്യുക, ചെയ്താൽ നമുക്ക് ആ ഇതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. പക്ഷെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാതെ ഈ സെക്കൻഡിൽ നമ്മൾ ചിന്തിക്കുക, ഇപ്പോൾ ഈ സെക്കൻഡിൽ നാം എന്ത് ചെയ്യുന്നു? ഞാൻ ശുദ്ധമാണോ? ഞാൻ ശുദ്ധമായ സങ്കല്പത്തിലാണോ? ഞാൻ മറ്റൊരാളിനെ ഉപദ്രവിക്കുന്നുണ്ടോ? ഞാൻ മറ്റൊരാളിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം മനനം ചെയ്താൽ നമുക്ക് പിടികിട്ടുന്ന കാര്യമേ ഉള്ളൂ. ഇത് ഒരുപാട് അഗാധമായി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ സ്വരൂപത്തിൽ നോക്കി നമ്മളെ നോക്കി പഠിച്ചാൽ മാത്രം മതി. നമ്മളെ നോക്കി പഠിക്കുക. നമ്മളിരിക്കുന്നു സർവ്വതും. ഈ എൺചാൺ ശരീരത്തിനകത്ത്, ഈ പിണ്ടാണ്ടത്തിനകത്ത് ഈ സർവ്വ ബ്രഹ്മാണ്ടവും കലർന്നിരിക്കുന്നു. അനുഭവിക്കാൻ നമ്മളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അവയവത്തിനെ പോലും നമുക്കറിയില്ല അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്. പിന്നെ എങ്ങനെയാണ് ബ്രഹ്മത്തെക്കുറിച്ച് നമുക്ക് വിവരിക്കാൻ പറ്റും? നമ്മൾ ചെയ്യുന്ന കർമ്മം ശുദ്ധമായിരിക്കുക, നമ്മൾ ചെയ്യുന്ന കർമ്മം പവിത്രമായിട്ടുണ്ടോ, മറ്റൊരു വ്യക്തിയെ നമ്മൾ ഒരു ജീവനെ കൊല്ലാതിരിക്കാനാകിലും നോക്കുക, ഒരു ജീവനെ വേദനിപ്പിക്കാതിരിക്കാൻ ആകിലും നോക്കുക. ഇത് രണ്ടും പറ്റുമെങ്കിൽ ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ജീവനെയും കൊല്ലാതിരിക്കുക. കൊല്ലുന്നത് തന്നെയാണ് കൊല്ലുന്നത്. എൻ്റെ ജീവൻ തന്നെയാണ് അവൻ്റെ ഉള്ളിലിരിക്കുന്നത്. അവനെ ഞാൻ കൊല്ലുമ്പോൾ എൻ്റെ ജീവനെ തന്നെയാണ് ഞാൻ അപഹരിച്ചത്. അവൻ്റെ വേറൊരു ബോഡിയിൽ കൂടി അവൻ മരിക്കുന്നുവെങ്കിൽ അത് എൻ്റെ പ്രാണനാണ് ആ പ്രാണൻ എന്ന് അറിയുന്നിടത്തോളം കാലം ഈ വ്യക്തി ജനിക്കേണ്ടിയും വരും. അതായത് ഒരുവൻ ഭൂമിയിലെ എല്ലാ സുഖസൗകര്യങ്ങളും സുഖലോലുകളും അനുഭവിച്ചുകൊണ്ട് ആത്മീയ ജീവിതം നയിച്ചാൽ അത് പൂർണ്ണയിലെത്തുമോ, അതോ ഭൗതികമായി എല്ലാം ത്യജിച്ചുകൊണ്ട് ആത്മീയ ജീവിതം നയിച്ചാലാണ് അവന് യഥാർത്ഥ മുക്തി ലഭിക്കുന്നത്? അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഈശ്വരൻ്റെ ആ സ്വരൂപം തന്നെയാണ്. ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളതെല്ലാം. സ്വർണത്തിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഈശ്വരനിലേക്ക് എത്താനുള്ളവർ ഭൗതിക സുഖത്തിൽ കൂടിയും എത്തുന്നുണ്ട്. എത്രയോ പേര് ഭൗതിക സുഖത്തിൽ ശുദ്ധ കർമ്മം ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ആധ്യാത്മികത. പിന്നെ പലരും പലത് ഉപേക്ഷിക്കുന്നു. അത് അവന് നിശ്ചയിച്ച് വിധിപ്രകാരം നടക്കുന്നതാണ്. അവൻ്റെ വിധിയാണത്, ഈശ്വര വിധിയാണ്. ആ വിധിയെ നമുക്ക് ഒരിക്കലും മറികടക്കാൻ കഴിയില്ല. കാരണം അവന് വരുന്ന വിരക്തി, വിവേകം, ഇതെല്ലാം അവനെ വേറൊരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എല്ലാവരും ഡോക്ടറാവില്ലല്ലോ, എല്ലാവരും കൃഷിക്കാരും ആകുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അപ്രകാരം മാത്രമാണ് അത് മുന്നോട്ട് പോകുന്നത്. ഭൗതിക സുഖങ്ങളിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും താൻ ഈശ്വരനാണെന്നും താൻ ബ്രഹ്മമാണെന്നും ഞാൻ ആത്മാവാണെന്നും നിശ്ചയിച്ചുറപ്പിച്ച് സകല ജീവജാലങ്ങളെ സ്നേഹിച്ച് സകല ജീവജാലങ്ങളിലിരിക്കുന്ന ജീവനെ തൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവനാണെന്ന് പ്രത്യക്ഷാൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവന് ആത്മസാക്ഷാത്കാരം ഉറപ്പാണ്. പക്ഷേ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ കുറേ ബാഹ്യഭാഗങ്ങളെല്ലാം നമ്മളിൽ നിന്ന് കട്ടാവുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കുഴപ്പമല്ല. അത് ഈശ്വരൻ ആ സ്വർണ്ണ ആഭരണങ്ങളാക്കി എടുക്കുന്നതാണ്. സ്വർണ്ണ ആഭരണങ്ങളായി വന്നത് സ്വർണ്ണക്കട്ടിയിലേക്ക് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും മാത്രം നമുക്ക് ലളിതമായി പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഒന്നിൻ്റെ അഭിനയമാണ് ഈ കാണുന്ന നാടകങ്ങളെല്ലാം.